തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പല രാഷ്ട്രീയ കക്ഷികളും തങ്ങൾ പിന്തുണ നൽകിയിരിക്കുന്ന മുന്നണികളിൽ നിന്ന് പിൻവാങ്ങണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച മട്ടാണ്. 10 വർഷം NDAയ്ക്കൊപ്പം നിന്ന് രാഷ്ട്രീയ ചരടുവലികൾ നടത്തിയ BDJS-ഉം മാറി ചിന്തിക്കാൻ തുടങ്ങുന്നുവെന്ന ചർച്ചകൾ സജീവമാണ്. ഈ സന്ദർഭത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച ചോദ്യമാണ് രാഷ്ട്രീയ കേരളത്തിൽ ചലനം സൃഷ്ടിച്ചിരിക്കുന്നത്. 10 വർഷം NDAയ്ക്കൊപ്പം നടന്നിട്ട് എന്ത് കിട്ടിയെന്ന് BDJS ആലോചിക്കണമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ചോദ്യം. BDJS-ന് ഇക്കാലയളവിൽ നേട്ടമൊന്നുമില്ലെന്ന നിലപാടാണ് വെള്ളാപ്പള്ളി പങ്കുവച്ചത്. BDJS ഇടതുപക്ഷത്തേക്ക് പോകണം എന്ന അഭിപ്രായമുള്ളവർ ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 300ഓളം സീറ്റുകളിൽ മത്സരിച്ചിട്ടും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിൽ മാത്രമാണ് BDJS സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാനായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തിരിച്ചടിക്ക് പിന്നാലെ മുന്നണി മാറ്റ ചർച്ചകൾ BDJS-ൽ സജീവമാണെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് വെള്ളാപ്പള്ളിയുടെ ചോദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ മുന്നണി മാറ്റ ചർച്ചകൾ BDJS-ൽ സജീവമാണ്. BJPയുടെ നിസ്സഹകരണമാണ് ദയനീയ പരാജയത്തിന് കാരണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. 23-ന് നടക്കുന്ന BDJS നേതൃയോഗത്തിൽ മുന്നണി മാറ്റമടക്കം ചർച്ചയാകുമെന്നാണ് സൂചന. 300ഓളം സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും 5 സീറ്റിൽ മാത്രമാണ് ഇക്കുറി BDJS വിജയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA മുന്നേറ്റമുണ്ടാക്കിയെന്ന വിലയിരുത്തലിനിടയിലും ഘടകകക്ഷികളിൽ അതൃപ്തി പുകയുകയാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. NDA നേട്ടമുണ്ടാക്കിയിടങ്ങളിൽ BDJS അടക്കമുള്ളവർ പുറത്തായതാണ് അതൃപ്തിക്ക് കാരണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണം പിടിച്ചെങ്കിലും BDJS മത്സരിച്ച 4 സീറ്റിലും തോറ്റു. BJPയുടെ നിസ്സഹകരണമാണ് തോൽവിക്ക് കാരണമെന്നാണ് BDJS-ന്റെ ആരോപണം. BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ പോലും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്നും വിലയിരുത്തലുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ 13 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും സിറ്റിംഗ് സീറ്റിൽ ഉൾപ്പെടെ പരാജയപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷനിലും മറ്റൊന്നല്ല സ്ഥിതി. കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ BDJS-ന്റെ സിറ്റിംഗ് സീറ്റ് BJP ഏറ്റെടുത്തിരുന്നു. ഇവിടെ പരാജയപ്പെട്ടതോടെ പഞ്ചായത്ത് ഭരണം തന്നെ നഷ്ടമായി. NDAയ്ക്ക് ആധിപത്യം ഉണ്ടായിരുന്ന ആലപ്പുഴ കോടന്തുരുത്ത് പഞ്ചായത്തിലും BJP ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. കഴിഞ്ഞ തവണ 7 സീറ്റ് നേടിയിരുന്നിടത്ത് ഇത്തവണ 6 സീറ്റാണ് NDAയ്ക്ക് ലഭിച്ചത്. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിൽ 100 എണ്ണത്തിൽ പോലും പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന പരാതിയുമുണ്ട്. ലഭിച്ച സീറ്റുകളാകട്ടെ വിജയസാധ്യത ഇല്ലാത്തതും BJPയുടെ ഏകപക്ഷീയ നിലപാടിനെ തുടർന്ന് പലയിടങ്ങളിലും BDJS-ന് സ്വയം പിൻവാങ്ങേണ്ടി വന്നു. BDJS-ന്റെ മുന്നണിയിലെ അതൃപ്തി പലതവണ പരസ്യമായതാണെങ്കിലും തുഷാറും BJP കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പം പരാതികളെ മയപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കെ അവഗണന സഹിച്ച് തുടരാനാകില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. പ്രശ്നങ്ങൾ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ നേതാക്കൾ നേരിൽ കണ്ട് അറിയിച്ചിരുന്നു. പ്രശ്നപരിഹാരത്തിന് SNDP ഇടപെട്ടേക്കും. സാമുദായിക പശ്ചാത്തലമുള്ള സംഘടനകളെ അവഗണിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യില്ലെന്നും നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു.